പൊന്നാനിയിൽ ഇത്തവണ ചരിത്രം കുറിക്കുമെന്ന ഇടത് സ്ഥാനാർത്ഥി KS ഹംസ. കോലി ബി സഖ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് ജയിക്കാനാകുമെന്നും ഹംസ പറഞ്ഞു. മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥി ലീഗ് നോമിനിയായി കാലിക്കറ്റ് സർവകലാശാലയിൽ VC ആയ ആളാണ്. കോഴിക്കോട് ലീഗ് ഓഫീസ് സെക്രട്ടറിയുടെ ഭാര്യ BJPക്കായി മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഷാഫി പറമ്പലിന്റെ വടകരയിലേക്കുള്ള വരവ് എന്തിനാണെന്ന ചോദ്യത്തിന് തൃപ്തികരമായ മറുപടിയില്ല. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വവും സഖ്യത്തിന് തെളിവാണെന്നും ഹംസ അഭിപ്രായപ്പെട്ടു. അബ്ദുസ്സലാം മുസ്ലിം ലീഗിന്റെ നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ VC ആയിരുന്നയാളാണ്. സാധാരണ VC രംഗത്തൊക്കെ ഒരാളെ വെക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചല്ലേ വെക്കുള്ളൂ, ഓൺ ചെയ്യല്ലോ. അങ്ങനെ ഞങ്ങളുടെ ആൾ എന്ന് പലതവണ പരാമർശിക്കപ്പെട്ട വ്യക്തിയും അങ്ങനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങളൊക്കെ പലതവണ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ഒന്ന്. രണ്ടാമത്, നിങ്ങൾ കോഴിക്കോട് ലീഗിൻ്റെ കേന്ദ്രം ലീഗ് ഹൗസിൽ പോയി നോക്കിയാൽ അവിടെ ഓഫീസ് സെക്രട്ടറി ആരാണെന്ന് ആദ്യം അന്വേഷിച്ചാൽ അവിടെ നിങ്ങളെ കൊണ്ടെത്തിച്ച് ഒരു റൂമുണ്ട്, ആ റൂമിൽ എഴുതി തരും. അത് ഹംസ എന്ന പേരുള്ള ഓഫീസ് സെക്രട്ടറിയാണ്. എത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ BJPയുടെ ഇവിടെ വയനാടോ നുസ്രത് ജഹാൻ പറയപ്പെടുന്നു. നുസ്രത് ജഹാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് ഇപ്പോൾ പറയപ്പെടുന്നില്ല, പറയാൻ പറ്റുള്ളൂ, കാരണം നോമിനേഷൻ കൊടുത്തിട്ടില്ലല്ലോ. നുസ്രത് ജഹാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നുണ്ട്. ഹംസ ഇപ്പോഴും ലീഗ് ഓഫീസിലെ സെക്രട്ടറി തന്നെയാണ്. എന്താണ് ഈ അന്തർധാര? പിന്നെ മറ്റൊരു കാര്യം, ഇത് രണ്ടും ലീഗ് ബന്ധമാണെങ്കിൽ കോൺഗ്രസും എന്തെങ്കിലും ഗുണം ഉണ്ടാവണമല്ലോ. കോൺഗ്രസ് ആയിട്ടും ചില അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ വിചാരിക്കും. അപ്പോൾ പാലക്കാട്ട് നിന്നുള്ള ഷാഫി പറമ്പിലിൻ്റെ വടകരയ്ക്കുള്ള വരവ് എന്തിനാ എന്നുള്ളതിന് തൃപ്തികരമായ ഒരു വിശദീകരണം ഇതേവരെ പാർട്ടി നൽകിയിട്ടില്ല. പൊന്നാനിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എതിർചേരിയിൽ നിന്ന് പോലും വലിയ തോതിൽ തനിക്ക് വോട്ടുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശങ്കയിലാണ്. മുഖ്യമന്ത്രി നൽകുന്ന ഉറപ്പിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. നിയമോപദേശങ്ങൾ പഠിച്ചും വസ്തുതകൾ മനസ്സിലാക്കിയുമാണ് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നത്. എന്നാൽ ആലോചിച്ചു പറയാമെന്നാണ് കോൺഗ്രസ് ഇപ്പോഴും പറയുന്നത്. സ്വാഭാവികമായി ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്നതിലും അത് വോട്ടായി മാറുമെന്നതിലും സംശയമില്ല. പാർലമെന്റ് പൗരത്വ നിയമം ചർച്ച ചെയ്യുമ്പോൾ വേണ്ടത് ചെയ്യാതെ മുസ്ലിം ലീഗ് ഇപ്പോൾ കോടതി കയറി ഇറങ്ങുകയാണ്. അണികളെ കബളിപ്പിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. പൊന്നാനി മണ്ഡലം ഇത്തവണ മാറി ചിന്തിക്കാനിരിക്കുകയാണ്. പരമ്പരാഗതമായി ഇടതുപക്ഷം പ്രതീക്ഷിക്കാത്ത കുറെ പുതിയ വോട്ടുകൾ ഇത്തവണ തനിക്ക് ലഭിക്കും. അതും കൂടുതൽ മുസ്ലിം ലീഗിൽ നിന്ന് തന്നെയായിരിക്കുമെന്നതിൽ തർക്കമില്ല. പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥിയായ താൻ അപ്രസക്തനാണെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ വിമർശനത്തോട് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാത്തിരുന്ന് കാണുക. നേരത്തെയും ഇതുപോലെ അവർ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം പരാമർശങ്ങളെല്ലാം പിന്നീട് അവരെ നിരാശരാക്കുകയാണ് ചെയ്തത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ മണ്ഡലത്തിലെ റെയിൽവേ രംഗത്തെ വലിയ വികസനമാണ് പ്രധാനപ്പെട്ടത്. പല ട്രെയിനുകൾക്കും നിലവിൽ സ്റ്റോപ്പില്ല. ജനങ്ങളുടെ കാലങ്ങളായുള്ള ആവശ്യമാണത്. പല പദ്ധതികളും അവതാളത്തിലാണ്. കേന്ദ്ര പദ്ധതികൾ പലതും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നു. പ്രധാനപ്പെട്ട 3 ഹാർബറുകൾ ഉൾപ്പെട്ട മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. ഈ ഹാർബറുകളെ ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. പുതിയ സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖല ഇപ്പോഴും പിന്നോക്കമാണ്. ഇവയ്ക്കെല്ലാം മാറ്റമുണ്ടാകുമെന്നത് ഉറപ്പു നൽകുമെന്നും KS ഹംസ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.